ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളും ക്യാൻസറിന് കാരണം. ജീവനാപത്ത്. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ദൂരെ ഏതെങ്കിലും നാട്ടിൽ പോയി സ്വന്തം കാര്യം നോക്കി ജീവിക്കുക. വേണ്ട അച്ഛാ, ഇനി എന്ത് സ്വന്തം കാര്യം? അച്ഛൻ പൊയ്ക്കോളൂ. കാണണമെന്ന് തോന്നുമ്പോ ഞാൻ വരും. അവൻ വന്നില്ലേ? ഇല്ല. പിന്നെന്തിനാ SI വിളിപ്പിച്ചത്? അവനെ വിട്ടു. കേസൊന്നുമില്ല. പിന്നെ അവൻ എങ്ങോട്ട് പോയി? എവിടെയോ പോയി. എങ്ങോട്ട്? അവനോട് ഇനി വീട്ടിൽ വരരുതെന്ന് ഞാൻ പറഞ്ഞു. എന്താ ആ പാട്ടൊന്ന് പാടാം? ഇപ്പോഴോ? അതെ. അമ്മേ, പതുക്കെ. എവിടെയായിരുന്നു മോനെ നീ? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടമ്മേ. അമ്മ പറഞ്ഞില്ലേ എന്നെ എങ്ങോട്ടും വിടില്ലാന്ന്. ഞാൻ അമ്മയുടെ വെളിപ്പുറത്ത് തന്നെ ഉണ്ടാവും. നീ ഈ നാട്ടിൽ നിന്ന് പോന്നതാ ഇപ്പൊ അമ്മയ്ക്ക് സമാധാനം. പക്ഷേ എനിക്കിപ്പോ എങ്ങോട്ടും പോകാൻ തോന്നുന്നില്ല. പേടിച്ചോടി ഓടി മടുത്തമ്മേ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ പറ്റാത്തവൻ ആണായി ജീവിച്ചിട്ട് എന്താ കാര്യം? നിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് പേടിയാ. എന്തിന്? സേതു പഴയതുപോലൊന്നും അല്ലിപ്പോ. മനസ്സിന് നല്ല ഉറപ്പുണ്ട്. എന്ത് നേരിടാനുള്ള കരുത്തും. ലത എന്തി? അവക്ക് നാടകമുണ്ടോ? നാടകമല്ല, റിഹേഴ്സല്. 2 ദിവസമായി അവളും അച്ഛനും പോയിട്ട്. അവളുടെ ഈ നാടകം നിർത്തണമേ. എന്നിട്ട് അവളെ കല്യാണം കഴിച്ചേക്കണം. അതൊന്ന് നടന്ന് കണ്ടാ മതിയായിരുന്നു ഈശ്വര. പിന്നെ അംബികയുടെ കാര്യം? രമണേട്ടൻ വേറെ വിവാഹം കഴിച്ചോ? കഴിച്ചൊന്നും ഇല്ലാന്നും ഒക്കെ കേൾക്കണുണ്ട്. ആ, ഏട്ടത്തി എവിടെയെന്ന് ചോദിക്കാൻ തുടങ്ങിയായിരുന്നേ. നീ മീൻ കച്ചവടത്തിന് പോണെന്ന് പറഞ്ഞു കേട്ടു. ആ, ശരിയാണ്. നിനക്ക് വേറെ ഒരു ജോലിയും കിട്ടിയില്ലേടാ? ഒരു കൊലയാളിക്ക് ആരെന്ത് പണി തരാനാ? പിന്നെ മീൻ കച്ചവടം മോശമൊന്നല്ല. അച്ഛൻ ഇത് പറഞ്ഞു കേട്ടപ്പോ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. കാക്കിയിട്ട് കാണാൻ മോഹിച്ചിട്ട്. അങ്ങനെ നമ്മൾ എന്തെല്ലാം മോഹിച്ചു. ഇനി അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. നിന്റെ താമസോ? കിടന്നുറങ്ങാൻ ഇത്തിരി സ്ഥലം പോരെ, അതുണ്ട്. കട്ടൻ ചായ ഒരെണ്ണം വയ്ക്കട്ടെ? വേണ്ടേ, ഞാൻ ഇറങ്ങാ. എനിക്കൊരാളെ കാണണം. അമ്മേ, ഇത് അച്ഛനെ കൊടുത്തേക്ക്. രമേശന് ഞാൻ കുറച്ച് കാശ് അയച്ചിട്ടുണ്ട്. ലതയോട് പറഞ്ഞേക്ക്. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞൂന്ന് വെച്ച് നീ എന്തിനാ കണ്ടെടുത്ത് ജീവിക്കണേ? നീ ഇങ്ങോട്ട് വാ. അത് വേണ്ടമ്മേ. അച്ഛൻ പറഞ്ഞതാ ശരി. എന്നോടുള്ള ശത്രുത എന്തിനാ വീട്ടുകാരനുഭവിക്കണേ? ഞാനിപ്പോ വീട്ടിൽ നിന്ന് പിണങ്ങി പിരിഞ്ഞു എന്ന് എല്ലാരും പറയണേ. അത് അതുപോലെ ഇരിക്കട്ടെ. അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോ ഞാനിവിടെ ഉണ്ട്. പോരെ? പോട്ടെ. ഏട്ടൻ ബസ് രാമപുരം ജംഗ്ഷനിൽ നിർത്തിയപ്പോ ഞാൻ അവിടെയൊക്കെ നോക്കി. ഏട്ടൻ എവിടെയെങ്കിലും നിൽക്കണുണ്ടോന്ന്. ഏട്ടൻ പോയോ? അതെ, നിന്നെ അച്ഛനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമിച്ചിറങ്ങിയായിരുന്നു. ഭാഗ്യായി എല്ലാരും കണ്ടു. സേതു ഇങ്ങോട്ട് വന്നോടാ. വൈകുന്നേരം വന്നപ്പോ ഇവിടെ കയറി ഒരു സോഡ അടിച്ചു. പിന്നെ അങ്ങോട്ടാ പോയെന്ന് അറിയില്ല. എന്തേ? ഏയ്, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? ചില പുതിയ ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആരാ? 3-4 പേരുണ്ട്. കീരിക്കടന്മാരെ കാറിൽ കയറി പോകുന്നുണ്ട്. ഒരാളെ ഞാൻ അറിയും. പോർട്ടർ കുഞ്ഞാപ്പു. കൊച്ചിയിൽ പോർട്ടറാ. നല്ല അഭ്യാസിയാ.
കടത്തനടൻ മുതൽ കരാട്ടെ വരെ പഠിച്ചിട്ടുണ്ട്. ചുരുങ്ങിയത് ആശുപത്രിയിലൊന്നും എത്തിയിട്ടില്ല. എവിടെങ്കിലും ചത്ത് കിടക്കണ്ടാവോ? എനിക്കും അതാ തോന്നണേ. മറ്റവരെ രാത്രി തന്നെ വിട്ടല്ലോ. പിന്നെ നമ്മൾ ഇനി ഒന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. ചത്തെങ്കിൽ ചത്തു, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. എണീക്കണ്ട, വേദനിക്കും. 2-3 സ്റ്റിച്ചുണ്ട്. ഞാനെവിടാ? ഏതാ സ്ഥലം? പേടിക്കണ്ട, നിങ്ങൾക്ക് ഒരു അപകടം ഉണ്ടാവാത്ത സ്ഥലമാണ്. ഇത്തിരി വെള്ളം കൊടുക്കടി. വിനു, ഇങ്ങോട്ട് പോരൂ. ഉപദ്രവിക്കണ്ട, സ്വസ്ഥായി കിടക്കട്ടെ പാവം. എന്തായി കാട്ടണത്? എന്താ വേണ്ടത്? എനിക്ക് പോണം. ഈ നിലയിലോ? 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് എങ്ങടെ വേണമെങ്കിലും പോയിക്കോളൂ. അതുവരെ പോകാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കാതിരിക്കാൻ നിങ്ങൾ ആരാ? ഇവിടെ കിടന്ന് മരിച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചില്ലല്ലോ. ആ അവകാശമുണ്ട്. വരൂ, വന്ന് കിടക്കൂ.
നല്ല പൊടിയരി വെക്കണുണ്ട്, കാലായാലും അത് കഴിക്കാം. കിടന്നോളൂ, കുറച്ചു നേരം കഴിയുമ്പോ ഡോക്ടർ വരും. ഉള്ളിൽ എന്തൊക്കെയാ വിഷമമെന്ന് നേരിട്ട് പറഞ്ഞോളൂ. ഇതാരുടെ വീടാ? എന്റെ വീട്. അത് ഞങ്ങളുടെ പപ്പ. അറിയോ? അറിയാതിരിക്കില്ലല്ലോ അല്ലേ? നിനക്ക് ചില പുതിയ സ്വന്തക്കാരെ കിട്ടിയെന്ന് പറയണ കേട്ടു. ശരിയാ, എന്തേ? എന്നിട്ട് എവിടെ പോയി? അത് നിങ്ങൾക്കല്ലേ അറിയണത്. എനിക്കോ? ഞാനെങ്ങനെ അറിയാനാ? എന്നാൽ അറിഞ്ഞോ, സേതു ചത്തിട്ടൊന്നുമില്ല, കരുതിയിരുന്നോ. അതിന് ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾ ചെയ്തില്ല, ചെയ്യിച്ചു. പോട്ടെ, കുഞ്ഞപ്പൻ ഗ്യാങ്ങൊക്കെ പോയോ? ആ, എനിക്കറിയില്ല. നീ എന്തിനാണ് വന്നത്? ചേച്ചി പറഞ്ഞു വിട്ടതാ. എന്ത്? നീ പറയണ്ട, അവൻ എന്റെ അടുത്ത് വന്നതാ. നിങ്ങളൊന്ന് പോ തോമസ് ചേട്ടാ. നീ പോടാ, ഇവൻ കീരിക്കാടന്മാരുടെ ചോരയാ. ഓ, കീരിക്കടന്മാരെ ചോര. ജോസിന്റെ മരിച്ചത് പിന്നെ നിങ്ങൾ ആ തള്ളയും മക്കളെ ഇവിടെ ഓടിയാൻ പണയത്തിനെടുത്ത്. എന്നാ ജോസിന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ച് മതം മാറ്റി വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാം. നീയൊക്കെ കൂടി അവനെ ഈ വെട്ടിൽ കൊണ്ട് ചാടിച്ചത്. പക്ഷെ ഇവനെ ഞങ്ങൾ നോക്കും, അംഗീകരിക്കും. എന്റെ ജോസിനെ ജനിച്ചതാ, ഞങ്ങളുടെ ചോരയാ. എന്താടാ, എന്താ വിശേഷം? പേരപ്പെട്ട് പറ. ആരോടും പറയരുതെന്നാ ചേച്ചി പറഞ്ഞത്. ഏത് ചേച്ചി? നിന്റെ അപ്പനുണ്ടായിരുന്നല്ലോ അവള്. എങ്ങാണ്ട് പഴിച്ചുണ്ടായതിനെ ചേച്ചി. നീ പറ, എന്താ ഇത്ര രഹസ്യം അവിടെ? പേരപ്പല്ല ചോദിക്കണേ. ഒരാളുണ്ട് വീട്ടില്, അയാൾ എണീറ്റെന്ന് പറയാൻ പറഞ്ഞു. എണീറ്റോ? ആരാ? ഞാൻ പറയാം. നിങ്ങൾ സംശയിക്കുന്ന ആള് തന്നെ, സേതുമാധവൻ. ഈ പരമേട്ടൻ എന്ന് പറഞ്ഞത് പരമേശ്വരനെയാണോ? അതെ, ഞങ്ങൾക്ക് ഈ നാട്ടിലെ ഒരേ ഒരു ബന്ധുവാ പരമേട്ടൻ. ഞങ്ങളുടെ എന്ത് കാര്യവും പരമേട്ടനെ അറിയിക്കും. രാവിലെ വന്നിരുന്നോ? അപ്പൊ മയക്കം തെളിഞ്ഞിട്ടില്ല. ഉണർന്ന ഉടനെ അറിയിക്കണമെന്ന് പറഞ്ഞാ പോയത്. വിനുവിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാൻ ആരാണെന്ന് കുട്ടിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടോ? എനിക്കറിയാം നിങ്ങളെ. സേതുമാധവൻ അല്ലേ? ഞങ്ങളുടെ പപ്പയെ കൊന്ന സേതുമാധവൻ. പിന്നെന്തിനാണ് എന്നെ രക്ഷിച്ചത്? കണ്ടില്ലെന്ന് അടിച്ചിരുന്നുവെങ്കിൽ ചോര വാർന്ന് നേരം വെളുക്കുമ്പോഴേക്കും മരിച്ചു കിടക്കുന്നത് കാണായിരുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ മുറ്റത്ത് കിടന്ന് മരിച്ചാൽ ഞങ്ങളുടെ പപ്പയെ തിരിച്ചു കിട്ടുമോ? ഞങ്ങളുടെ നഷ്ടം തീരുവോ? പപ്പയെ കൊന്നവൻ കൺമുമ്പിൽ കിടന്ന് ചാവണത് കാണായിരുന്നില്ലേ? നല്ല കാഴ്ച. ആരും മരിക്കണത് എനിക്കിഷ്ടല്ല. മരണം എപ്പോഴും നഷ്ടപ്പെടുത്തിയുള്ളൂ. പപ്പയെ കൊന്നപ്പോ നിങ്ങൾ എന്ത് നേടി? 5-8 കൊല്ലത്തെ ജയിൽവാസം അല്ലേ? ഞങ്ങളുടെ നിലനിൽപ്പ് തന്നെയാ ഇല്ലാണ്ടായത്. നിങ്ങൾ മരിച്ചാലും ഞങ്ങളെപ്പോലെ അനാഥരാവുന്ന ആരെങ്കിലും ഉണ്ടാവും. പിന്നെ പരമേട്ടൻ പറഞ്ഞ് കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയാം. എന്റെ പപ്പയ്ക്ക് നിങ്ങളോട് ക്ഷമിക്കാമായിരുന്നു. എനിക്ക് നിങ്ങളോട് ഒരിക്കലും ദേഷ്യം തോന്നിയിട്ടില്ല. ഇനി നിങ്ങൾക്കൊക്കെ കുറച്ച് കാരുണ്യം എന്നോട് കാട്ടാമോ? എന്താ ചേച്ചി? ഇനിയെങ്കിലും അയാൾ ഇവിടെ നിന്നൊന്ന് പറഞ്ഞയക്കാമോ? എന്റെ ജോസേട്ടനെ കൊന്നവൻ ഈ വീട്ടിൽ കഴിയ. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ചേച്ചി വെറുതെ ഓരോന്ന് ആലോചിച്ചുണ്ടാക്കുക. ഇവൾക്ക് അങ്ങനെ കഴിയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. വിനുവിനേക്കാൾ ഇഷ്ടായിരുന്നു പപ്പയ്ക്ക് ഇവള്. മോളെ നല്ലാതെ വിളിച്ചിട്ടില്ല. ആ മോളിപ്പോ ഞാൻ ചെയ്യണത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ലമ്മേ. അയാൾ ആരും ആയിക്കോട്ടെ, ഒരു മനുഷ്യനല്ലേ. പപ്പയുടെ ആത്മാവ് എന്നോട് പൊറുക്കും. മരിക്കാൻ പോകുന്ന ഒരാളോട് എന്ത് ശത്രുതയാണ് ചേച്ചി? ഇപ്പൊ അയാള് രക്ഷപ്പെട്ടില്ലേ? ഇനി അയാൾ ഇവിടെ തങ്ങണത് എനിക്കിഷ്ടല്ല. ശരി, ഞാനൊന്ന് കാണത്തവനെ. മോളെ, പപ്പായ്ക്ക് ചോറിരിക്കുന്നുണ്ടോടി? അതെന്ത് ചോദ്യ? ദിവസം ഇയാളുടെ പങ്കെടുത്ത് മാറ്റിവെക്കും 3 നേരം. ആ ഒരു ഉറപ്പേ എനിക്കുള്ളൂ. എന്റെ വീട്ടിലുണ്ടാവില്ല അത്. എല്ലാവർക്കും എന്റെ പണം മാത്രം മതി.
ഞാനൊന്ന് വീണുപോയാൽ ആരും ഉണ്ടാവില്ല. പപ്പ ഇനി ഇതൊക്കെ നിർത്തിക്കൂടെ പപ്പ? അങ്ങനെ അങ്ങ് നിർത്താൻ പറ്റുമോ? ഞാൻ തല പതുക്കി ഒന്ന് താഴ്ത്തിയാൽ അടിക്കാൻ തരം നോക്കി ശത്രുക്കൾ നിൽക്കുന്നുണ്ട്. മോളുടെ കാര്യത്തിലെ പപ്പയ്ക്ക് വിഷമുള്ളൂ. എനിക്ക് എന്തെങ്കിലും പറ്റിയ എന്റെ കുടുംബക്കാർ നിങ്ങളെ വെച്ചേക്കില്ല. വിനു എങ്ങനെയും ജീവിക്കും. അവൻ ആൺകുട്ടിയാണല്ലോ. നിങ്ങളെ ആരും അംഗീകരിക്കില്ല. കൊണ്ടുപോകണോ പരമേട്ട? അതെ, അതാ നല്ലത്. അമ്മയോട് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവും. 2 ദിവസമെങ്കിലും ബെഡ് റെസ്റ്റ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞത്. അത് ഞാൻ നോക്കിക്കൊള്ളാം. അമ്മ പറഞ്ഞ ചെറിയ കാര്യമില്ല, നമ്മൾ അത് മനസ്സിലാക്കണ്ടേ. പോകാം. ഒരു വണ്ടി വിളിച്ചിട്ട്. അത് സാരമില്ല, റോഡിലോട്ട് ഇറങ്ങിയാൽ ഏതെങ്കിലും ഓട്ടോറിക്ഷ കിട്ടും. കുട്ടിയോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെയൊക്കെ ജീവിതം ഞാൻ മൂലം തകരുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പൊ എന്റെ ജീവൻ നിങ്ങളൊക്കെ കൂടെ തിരിച്ചു തന്നു. പറഞ്ഞു തീർക്കാനുള്ളതല്ല അതൊന്നും. മറക്കില്ല. അമ്മയോട് പറഞ്ഞേക്ക. എന്തിനാണ് അവിടെ ഒന്ന് എത്തി നോക്കുന്നത്? പോയി നടന്നു. വീട്ടിലേക്ക് പോയിക്കൂടെ നിനക്ക്? ഇല്ല, വീട്ടിലേക്കില്ല. ഇരുപത്തി പ്രത്യേകിച്ചും. എന്നാലൊരു കാര്യം ചെയ്യാം, നമ്മുടെ തമിഴിന്റെ ലോഡ്ജിൽ ഒരു മുറി എടുക്കാം, ഭേദാവണവരെ. പിന്നെ ഇങ്ങോട്ട് പോരാം. നിങ്ങൾ എന്താ ഈ ആലോചിക്കണേ? മനുഷ്യരുടെ കാര്യങ്ങള്. ഇന്നലത്തെ ശത്രു, ഇന്നത്തെ ബന്ധു. വിചിത്രം തന്നെ. സ്വന്തം അച്ഛനെ കൊന്നവന് വേണ്ടി എന്തെല്ലാം ചെയ്തു ആ അമ്മയും മക്കളും. എത്ര നല്ല ആളുകൾ അവരെന്നറിയോ? ജോസഫ് ഒരു മനുഷ്യനായിട്ട് പെരുമാറിയിട്ടുള്ളത് അവരോട് മാത്ര. തിരിച്ചങ്ങനെ സ്നേഹിക്കാനും അവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജോസിന് വേറെ ഭാര്യയും മക്കളും ഒന്നുമില്ലേ? അതുണ്ട്, കുടുംബത്തിലെ. അതിൽ എന്റെ പെൺകുട്ടികളുണ്ട്. മാധവി ചേച്ചിയുടെ കഥ ഒരു കഥയാ. ഏതോ നല്ല കുടുംബത്തെയായിരുന്നു, തമ്പുരാട്ടിയാണെന്നാ തോന്നുന്നത്. പഠിക്കാൻ പോയ കാലത്ത് ഒരു നേവിക്കനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു. അതിലുള്ളതാ ഇന്ദു. ഇന്ദുവിന് 10-12 വയസ്സുള്ളപ്പോ പെട്ടെന്നൊരു അപകടത്തിൽ അയാൾ മരിച്ചു. പിന്നെ അവരെ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടായില്ല. ജീവിക്കാൻ വഴിയില്ലാണ്ടായപ്പോ ചില വലിയ വലിയ ആൾക്കാരോട് അവർ പോയി തുടങ്ങി. കൊച്ചിയിൽ ഒരു സേട്ട ഒരിക്കൽ ജോസേട്ടൻ ഉണർന്നു കൊടുത്ത്. പിന്നെ ജോസേട്ടൻ അവരെ കാണാൻ വേണ്ടി ഇടയ്ക്ക് കൊച്ചിക്ക് പോയി തുടങ്ങി. അവര് പുറമെ ആരുടെ അടുത്തും പോകണ്ടായി. ഒരു ദിവസം ജോസേട്ടൻ എന്നെ മുറിലേക്ക് വിളിച്ചു. ഞാനൊരു അഭിപ്രായം ചോദിക്കാനാണ് നിന്നെ വിളിച്ചത്. നമ്മുടെ വരവും പോക്കും ഇവിടെ അടുത്ത ഫ്ലാറ്റുകാർക്കൊക്കെ പ്രശ്നമായിരിക്കുന്നു. ഞാനൊരു കാര്യം തീരുമാനിച്ചു. മാധവിയും മോളൻ രാമപുരത്തിന് കൊണ്ടുപോകാൻ. എന്നിട്ട് നമ്മൾ അമ്പലത്തിനടുത്തൊരു വീടും പറമ്പ് നോക്കിയിട്ടില്ലേ, അത് വാങ്ങും. എന്നിട്ട് അവിടെ താമസിപ്പിക്കും. എന്താ നിന്റെ അഭിപ്രായം? വീട്ടിലുള്ളവര് എന്റെ ഇഷ്ട. എനിക്ക് തോന്നിയോണം ചെയ്യും. ആർക്കാടാ ചോദിക്കാൻ ധൈര്യം? ജോസേട്ടൻ ജീവിച്ചിരുന്നപ്പോ അവർക്കൊരു വിഷമങ്ങളും ഉണ്ടായിരുന്നില്ല. ഇന്ദുവിന്റെ ജീവനായിരുന്നു. ഒരു പ്ലാവിലെടുപ്പിക്കില്ല. ഇന്നാ പെൺകുട്ടി കുടുംബം നോക്കാൻ കഷ്ടപ്പെടുക. കുറച്ച് നാള് ട്യൂഷൻ പഠിപ്പിച്ചു. ചെല്ലുന്നിടത്തൊക്കെ പ്രശ്നങ്ങളാ. ഇത്തിരി തൊലിയെളുപ്പും ചന്തം ഉണ്ടായി പോയല്ലോ. പിന്നെ അമ്മയ്ക്കുള്ള ചീത്തപ്പേരും. ഇപ്പോ ഇവിടെ ഒരു ടെലിഫോൺ ബൂത്തിലിരിക്കുക പെണ്ണ്. ആ കുട്ടി പറഞ്ഞത് എത്ര ശരിയാണ്. മരണം എപ്പോഴും നഷ്ടപ്പെടുത്തുകയുള്ളൂ. അച്ഛന്റെ മരണം, വളർത്തച്ഛന്റെ മരണം, ഞാൻ തകർത്ത ജീവിതങ്ങൾ. പാവം. എന്നിട്ടും എന്നോട് കരുണ കാണിച്ചു. മനസ്സിലാവുന്നില്ല. ഇതെല്ലാം എങ്ങനെ ഞാൻ തിരുത്തും? എനിക്കറിയില്ല. നീ ചെയ്തത് തെറ്റാണെന്നല്ല അമ്മ പറയണത്. ആ മനുഷ്യനൊരു പാവമായിരിക്കാം. എന്നാലും നമ്മുടെ പപ്പയെ കൊന്നവനാ. ആളുകൾ കേട്ടാൽ തന്നെ എന്തു പറയും? മാത്രമല്ല, കീരിക്കാടന്മാരാണ് അത് ചെയ്തതെന്ന് പരമേശ്വരൻ പറഞ്ഞപ്പോ അമ്മയ്ക്ക് പേടിയായി. ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുക അവര്.
അയാൾ എന്തിനാമേ നമ്മുടെ പപ്പയെ കൊന്നത്? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? തുറക്കടി വാതില്. എന്താ വേണ്ടത് നിങ്ങൾക്ക്? എന്താ വേണ്ടത് പറഞ്ഞുതരാം. വാതിൽ തുറക്കടി. കാര്യം പറയാതെ വാതിൽ തുറക്കില്ല. തുറന്നില്ലെങ്കിൽ ചവിട്ടി പൊളിക്കട ജോയി. ജോയിച്ച എന്ത് അക്രമമായി കാണിക്കണേ? ഒരുത്തിനകത്ത് രക്ഷിച്ച് കിടത്തിയിട്ടില്ലേ എന്റെ ജോസേട്ടനെ കൊന്ന തെണ്ടീനെ? ഇല്ല, ഇപ്പൊ ഇവിടെ ആരുമില്ല. നുണ പറയണ്ട, എല്ലാം അറിഞ്ഞിട്ടാ ഞാൻ വരണേ. അയാൾ ഇവിടെ ഉണ്ടായിരുന്നു. രാത്രി എന്തോ ഒച്ച കേട്ട് ഞങ്ങൾ എണീറ്റ് നോക്കിയപ്പോ ഒരാള് ചോരയെ കുളിച്ച് കിടക്ക. ആരാണെന്ന് ആദ്യം മനസ്സിലായില്ല. ഇന്ദു ഓടിപ്പോയി തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഡോക്ടർ അലക്സിനെ വിളിച്ചോണ്ട് വന്നു. അകത്ത് എടുത്ത് ചോര തുടച്ച് കളഞ്ഞപ്പോൾ ആളെ മനസ്സിലായത്. മുറിവൊക്കെ കുത്തിക്കെട്ടി 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് വൈകിട്ട് പോവുകയും ചെയ്തു. ഇപ്പൊ ഞങ്ങൾ അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ ഇവിടെ. അവൻ എങ്ങടാ പോയത്? ഞങ്ങൾക്കറിയില്ല. ഞങ്ങളോട്ട് ചോദിച്ചില്ല, പറഞ്ഞുമില്ല. ജോസേട്ടനെ കൊന്നവൻ ഇവിടെ വന്ന് പെട്ടെന്നുള്ള കാര്യം എന്തുകൊണ്ട് ഞങ്ങൾ അറിയിച്ചില്ല? അറിയിച്ചോളണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. നിയമം ഉണ്ടടി, നീ അറിയിക്കണ്ട. നിന്റെ തന്ത വേറെയാ. പക്ഷെ എന്റെ തള്ള അറിയിക്കണം. ആ നിൽക്കുന്നവന്റെ തന്ത എന്റെ ജോസേട്ടനാണെങ്കിൽ. വാടാ പോവാ. കണ്ടോടി, ഇപ്പൊ കണ്ടോ? ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായില്ല. ഇനി ഇതിന്റെ പേരിൽ കേൾക്കാൻ പോണ തെറിയും ചീത്തയും എത്രയാണെന്നറിയോ? അയാൾ അവിടെ തന്നെ കിടന്ന് ചത്ത. ചേച്ചിക്ക് എന്തായിരുന്നു? എന്താടാ ഞാൻ കാണുന്നത്? വെട്ടിയതാ. കയ്യിലും നെഞ്ചിലും ഒക്കെ ഉണ്ട്. ആയുസ് ഇനിയും ബാക്കിയുണ്ട്. ഞാൻ വീട്ടിൽ പോയിരുന്നു. അച്ഛൻ പറഞ്ഞു നീ ഏതോ സൈക്കിൾ കടയിലാണ് താമസം. അവിടെ ചോദിച്ചപ്പോഴാ ഈ ലോഡ്ജിലാണെന്ന് അറിഞ്ഞത്. അയാൾ പറഞ്ഞു കാര്യങ്ങളൊക്കെ. നിനക്ക് വീട്ടിൽ പോയി താമസിച്ചൂടെ? ഏത് വീട്? കയറിക്കിടക്കാൻ ഒരിടം പോലും ഇല്ലാത്തവനാണ് ഞാൻ. കണ്ടോ, ആ തെരുവിലാണ് സേതുമാധവനെല്ലാം നഷ്ടപ്പെട്ടത്. സ്വപ്നങ്ങളും ജീവിതവും എല്ലാം. എന്നിട്ടൊരു കിരീടം വെച്ചു തന്നു. ഇപ്പൊ ദാ മുഖത്ത് കണ്ടില്ലേ? ആരെയും പറഞ്ഞ് മനസ്സിലാക്കണ്ട. കൊള്ളാം, ഭംഗിയുണ്ടല്ലേ? അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. എന്തിന്? ഇനി ഇത് മാറ്റാൻ പാടില്ല. സേതുമാധവന്റെ കിരീടത്തിൽ ഇതൊരു തൂവൽ. തൂവലോ? അതെ, തൂവൽ. നിനക്കതൊന്നും മനസ്സിലാവില്ല അല്ലേ, മണ്ടൻ? എന്ത് ശരിയായത്? നിനക്ക് ആകെ ഒരു മാറ്റമുണ്ട്. ജയിലിൽ നിന്ന് വന്നപ്പോ കണ്ട സേതു അല്ലത്. അല്ല അല്ലേ? ഒരു മനുഷ്യന് എത്രത്തോളം താഴാൻ പറ്റും? ഭൂമിയോളം അല്ലേ? പിന്നെ ചവിട്ടാണ് തലയിൽ. എങ്ങോട്ട് താഴും? പാതാളത്തിലേക്ക് താഴാൻ മഹാബലിയല്ല, വെറും മനുഷ്യൻ സേതുമാധവനാണ്. ഇനി ഒരിക്കലെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ജയിക്കണോടാ. ഒരു പ്രാവശ്യമെങ്കിലും. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. മിണ്ടരുതാ വാക്ക്. ശരിയാവും അത്രേ. കേട്ടു തുരുമ്പിച്ചു. ജീവിതത്തിൽ 1000 വട്ടം എന്റെ മനസ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ശരിയാവും. എന്റെ അമ്മ, അച്ഛൻ, പെങ്ങന്മാര്, അനിയൻ, ദേവി, നീ, അങ്ങനെ എല്ലാവരും പലവട്ടം പറഞ്ഞു ശരിയാവും. എവിടെ എവിടെ ശരിയായി? ശരിയാവില്ല. സേതുമാധവൻ ഒരിക്കലും ശരിയാവില്ല. സേതു, നമുക്ക് നാട്ടിലേക്ക് പോവാം. അവിടെ എൻ്റെ കമ്പനിയിൽ ഒരു ജോലി ശരിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മുതലാളി ഒന്ന് കാണാം. എനിക്ക് വേണ്ട, ഞാൻ വരില്ല. പിന്നെ എന്താ ചെയ്യാൻ പോണേ നീ?
എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹംസക്ക ഇത്തിരി ധൃതിയും കിട്ടായിരിക്കേ. തരാൻ നായരെ 2 കൈയല്ലേ ഉള്ളൂ. സഹായത്തിന്റെ ആളെ വെച്ചിട്ടുണ്ട്. നോക്കിയിരിക്കുമ്പോ ഓനെ കാണൂല. ആ 1 കിലോ അല്ലേ വേണ്ടേ? നീ ഇതെവിടെ നിരങ്ങാൻ പോയതാടാ? ഒരു ചായ കുടിക്കാം. അപ്പൊ കുറച്ചു നേരം മുമ്പ് നീ എങ്ങടാ പോയത്? അത് മൂത്രമൊഴിക്കല്ലേ? മൂത്ര ഒഴിയും ചായ ഒഴിയും. പണിയെടുക്കാണ്ട് നേരം കളയണം. എനിക്കാണ്ട് ഇറച്ചി വിട്ട് കൊടുക്കടാ. എത്ര? 1 കിലോ. അതെ, എല്ലില്ലാണ്ട് എടുക്കണം കേട്ടോ. അപ്പൊ എല്ലെന്ത് ചെയ്യും? എന്റെ നായർ ഇത്തിരി എല്ലൊക്കെ തിന്നണം, എന്നാൽ എല്ലിനും നട്ടലിനൊക്കെ ഒരു ഇതുണ്ടാവും. ഓ, നിന്റെ എല്ലിന് നല്ല ബലമാണല്ലോ. എന്തേ എത്ര പേരെ ഇടിച്ച് ചോര തുപ്പിച്ച കൈയാണെന്നറിയത്? നമ്മുടെ ചത്തുപോയി കീരിക്കാടൻ ജോസ് ഞാൻ തമ്മിൽ പല പ്രാവശ്യം വിട്ടിട്ടുണ്ടല്ലോ. എന്റെ മേലൊന്ന് പോറിയിട്ടില്ല. നീ ഓടിയിട്ടുണ്ടാവും. ഓട് ഹൈദ്രോസിന്റെ ചരിത്രത്തിലില്ല. കാര്യം ഹൈദ്രോസ് മര്യാദക്കാരനായിട്ട് പണിയെടുത്തിനാന്ന് വെച്ച് പഴയ ചങ്കൂറ്റൊന്നും കളഞ്ഞു വിളിച്ചിട്ടില്ല. പറഞ്ഞപ്പോഴാ ഓർക്കണേ. നീ പോയപ്പോ ആ സേതുമാധവൻ എന്നെ തിരക്കി വന്നിരുന്നു. ആര്? സേതുമാധവൻ എന്നെ തിരക്കിയോ? എന്തിന്? എനിക്കറിയോ. കുറച്ചു കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു. ഓ, പെട്ടെന്നൊരു വയറുവേദന. അംസക്ക ഒന്ന് വിളിക്കുന്നിട്ട് വരട്ടെ. പണി കഴിഞ്ഞിട്ട് പോയാ മതി. സേതുമാധവൻ അന്വേഷിച്ചു അറിഞ്ഞുണ്ടാവും വയറ്റുവേദന. ഡോ വേണ്ട, കളിയാക്കണ്ട. ഹൈഡ്രോസിന്റെ പഴയ സ്വഭാവം എടുപ്പിക്കല്ലേ. ചീത്ത ഹൈഡ്രോസ് മഹാപശക. അംസക്ക അവൻ പോക്രിത്തരത്തിനാ വരുന്നെങ്കിൽ നാളെ ഒരു കടയിലേക്കാൻ വേറെ ആണോ വയ്ക്കോ? വെട്ടിയാ നോർക്കും. സെൻട്രൽ ജയിലേ എനിക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാ. ഹൈദ്രോസ വേണ്ട, ബുദ്ധിമോശം കാണിക്കല്ലേ. എന്നെ തടയരുത് ഹൈദ്രോസ. കാച്ചു ഞാൻ. ഹൈദ്രോസ ഹൈദ്രോസ നിക്കണ അവിടെ. എന്താ നീ കാണിക്കണേ? നിന്റെ തന്തനെ. എടാ, എനിക്ക് നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്. നിനക്ക് എന്റെ കൂടെ നിൽക്കാമോ? എനിക്ക് ശരിക്കൊന്ന് ജീവിക്കണോടാ. ഇനി നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ ചങ്കൂറ്റമുണ്ടോ? ഇതെന്ത് പട്ട? അന്നെന്നെ വീട്ടിൽ വന്ന് വിളിച്ചില്ലേ? ആ ജോലി എനിക്ക് വേണം. എന്താ ആലോചിക്കുന്നത്? ബുദ്ധിമുട്ടാണോ? ഏയ്, അതല്ല. നിങ്ങളുടെ റേഞ്ചിൽ ഒരുത്തനും കള്ളവാറ്റ് നടത്തില്ല. നടത്തുന്നവന്റെ കൈ ഞാൻ വിട്ടും. നിങ്ങളെ ഞാനെന്ന് ആവശ്യപ്പെട്ടത് നിങ്ങളുടെ തടിമിടുക്കും ആരോഗ്യവും കണ്ടല്ല. നിങ്ങളെക്കാൾ തടിമിടുക്കുള്ളവര് എന്റെ കൂടെ ഉണ്ട്. നിങ്ങളുടെ പേര് കീരിക്കാടനെ കൊന്നവൻ. ആ പേരും ഭയവും ആളുകളുടെ ഇടയിൽ ഉണ്ടാവണം. അതിപ്പോ ഉണ്ടോ? പിന്നെ സേതോട്ടിന്റെ പേര് കേട്ടാ ഞെട്ടും. കീരിക്കാടന്മാര് കൂലിക്കൊണ്ടുവന്നവര് ഈ പരുവത്തിലാക്കിയ കാര്യം നാട്ടുകാർക്ക് അറിയില്ലേ ഇപ്പോ? എടാ, കീരിക്കാടൻ ജോസ് ആളായിരുന്നടാ. പുറകെന്ന് കുത്തില്ല. തന്തയ്ക്ക് പറഞ്ഞവനെ നീ എന്നെ കൂലിക്ക് തല്ലിച്ചു. ഞാൻ നിന്നെ നാട്ടുകാരുടെ മുന്നിൽ അടിക്കും.
സന്നിച്ചോ തോമസ് ഏട്ടനെ ചോദിച്ചേ സേതുമാധവൻ തല്ലി തവിട് പൊടിയാക്കുന്നു. എവിടെ? ടൗണില്. ഒന്നും ചെയ്യരുത്. വേണ്ട. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ഒരുത്തൻ എന്റെ ദേഹത്തോട്ടാ ഞാൻ അവനെ കൊന്നിട്ടേ പോവും. ഇത് പഴയ സേതുമാധവനല്ല, കൊന്നും കൊടുത്തും പേര് ചേർന്നവനാ. മാറിക്കടോ. എന്താ? എന്താ എന്താ പോലീസ്? എനിക്കറിയില്ല. എന്താ സാറേ? തനിക്കറിയില്ലല്ലേ? തന്റെ മോനെന്താ അവിടെ ഗുണ്ടായസം കളിക്കാൻ നോക്ക? ഈശ്വര, സേതു എന്തുവാ ചെയ്തത്? ഇവിടെയെങ്കിലും ഇല്ല സാർ. എവിടോ തന്റെ മോൻ? ഞങ്ങൾക്ക് അറിയില്ല സാറേ, അവനോട് വരാറില്ല. അവൻ എന്ത് കുറ്റം ചെയ്തത് സാറേ? ഒരു കാര്യം മനസ്സിലാക്കിയോ, അവൻ എന്റെ രക്ഷപ്പെടില്ല. ഏത് നരകത്തിൽ പോയി വിളിച്ചാലും ഞാൻ പിടിക്കും. പിന്നെ നല്ല നിലയിൽ അവനെ നിങ്ങൾക്ക് കിട്ടില്ല. സാറിന് ഇഷ്ടം പോലെ ചെയ്യാം. എന്താ ഉണ്ടായെന്നൊന്ന് അന്വേഷിക്കച്ചാ. എന്തിന്? ലോകത്ത് പലതും ഉണ്ടാകുന്നുണ്ട്. എനിക്കതൊന്നും അന്വേഷിക്കാൻ നേരമില്ല. എന്തൊക്കെ ഞാൻ കാണണം എന്റെ ഈശ്വര. കരയണ എന്തിനാടി? നമുക്ക് അങ്ങനെ ഒരു മോനില്ല. ഉണ്ടായിരുന്നു, ചത്തുപോയി. എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇല്ല. അപ്പോ നാളെ എന്റെ വക്കീൽ വരും, പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും. ആ ഇടിയഞ്ചോൺ ആള് മഹാചെറ്റയാ, കൈ കിട്ടി ഇടിച്ച് പഞ്ചറാക്കും. ഹേയ്, അതൊന്നുമില്ല. ഞാൻ ഡിവൈഎസ്പി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട ആളാ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പേടിയൊന്നുമില്ല എനിക്ക്. ഏതായാലും രാമപുരത്താകെ ഒരു ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ഈ ചൂടില് ആ റേഞ്ച് മൊത്തം ഒന്ന് കറങ്ങണം. സേതുമാധവൻ എന്റെ ആളാണെന്ന് നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. എന്താ? കറങ്ങാം. എന്നാ പിന്നെ ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങിക്കോ. ആ പിന്നെ മറ്റോ വല്ലതും വേണമെങ്കിൽ മാറി പറഞ്ഞാൽ മതി. ശരി. ആ അപ്പോ പറയല്ലേ? എന്താ? മറ്റവൻ ഉള്ളിൽ വല്ല പേടിയോ വേവലാതെ ഉണ്ടെങ്കിൽ നല്ലതാ, നല്ല ഉറക്കം കിട്ടും. എന്താ പറയണ്ടേ? ബ്രാൻഡിയോ വിസ്കിയോ റമ്മോ? ഏതും. ഒരു 100 കൂടെ എടുക്കട്ടെ? വേണ്ട, ഒരു ധൈര്യത്തിന് ഇത് മതി. എനിക്കോ? അല്ല, ഒരു ധൈര്യമായില്ലേ? ഒരു പോലീസ് സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും നമ്മൾ പോകുന്നത്. അതുകൊണ്ടല്ലേ സാർ ഇത്തിരി ധൈര്യം വേണം തോന്നിയത്. സാർ, ഇയാളെ പോലുള്ള ചെറ്റകളെ സല്യൂട്ട് ഉണ്ട് പറഞ്ഞാൽ നമ്മളെ പോലുള്ള ഒരു ഗതികേട്. കുത്തിക്കൊന്നാലും ബലാത്സംഗം ചെയ്താലും പിടിച്ചു പറിച്ചാലും അപ്പൊ ഒരു ഫോൺ. CI മൂലം മേലോട്ട് അയച്ചു വരെ, മുഖ്യമന്ത്രി മൂലം താഴെ കച്ചത്ത് ഡയറിയും വെച്ച് നെഞ്ഞത്ത് പേനയും കുത്തി കിടക്കണ ഊച്ചാളി രാഷ്ട്രീയക്കാരൻ വരെ. സാർ, നമ്മളൊന്നും വിചാരിച്ചാൽ ഈ നാട് നന്നാവില്ല. ഇതൊരു ജോലി, അങ്ങനെ വിചാരിക്കാൻ നല്ലേ. ഞാൻ അഡ്വക്കേറ്റ് സക്കറിയ തോമസ്. സാർ, യോ സാറുമാരെന്താ വന്ന കാലം നിൽക്കണേ?
ഇരുന്നാലും വേണോ വേണ്ടല്ലേ? നിനക്ക് ഇരിക്കണമല്ലടാ. ഇരുത്താൻ തന്നെ ഞാൻ. ഡിവൈഎസ്പി വിളിച്ചിരുന്നല്ലോ അല്ലേ? ഇവരെ കോടതിയില് അറിയാം. ഇവരുടെ ദേഹത്ത് തുടരുന്ന ഉത്തരവുള്ളൂ. സംസാരിക്കാം, അതിന് വിലക്കൊന്നുമില്ല. എന്താടാ നെറ്റിയിലൊരു വെട്ട്? നഖം കൊണ്ട് പോറിയതാ. കളിയാക്കാൻ നീ എന്നെ? അല്ല സാർ, സാറിനെ പോലുള്ളവരെ ഇതൊന്നും കാണുകയും അറിയുകയും ചെയ്യില്ല. ചത്ത് വീഴുമ്പോഴേ അറിയൂ. പക്ഷെ കാശുള്ളവന്റെ മേത്തൊരു ഇടി വീണാൽ നീ ചാരായം കുടിച്ചിട്ടുണ്ടോ? ചാരായ കമ്പനിയിൽ പണിയെടുക്കും പിന്നെ ചായ കുടിക്കാൻ പറ്റും. ചാരായം കുടിച്ച് പോലീസ് സ്റ്റേഷൻ വിലസാ നീ. സാർ ഡിവൈഎസ്പി വിളിച്ചറിഞ്ഞ് ഇത്തവണ നീ തടി വരും. പക്ഷെ നീ എന്റെ രക്ഷപ്പെട്ടോന്ന് വിചാരിക്കണ്ട. നിന്നെ എന്റെ കിട്ടും. അന്നേരം നട്ടല്ലേ ഞാൻ ഓടിക്കും. അമിതേ, ഞാൻ പോണു. എന്താ വേണ്ട ചെയ്തു കൊടു. നീ എന്ത് വിചാരിച്ചാ സേതുമാധവ് ഇറങ്ങി തിരിച്ചിരിക്കണേ? അങ്ങോട്ട് നിന്റെ തടി വരക്കാക്കും. പേടിപ്പിക്കല്ലേ സാറേ. 2 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കയറിയാ തീർന്നു ആ പേടി. കോടതി ഹാജരാക്കി എന്നെ വേഗം വിടാൻ നോക്ക്. എനിക്ക് പോയിട്ട് കാര്യമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കയറ്റി എന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചടാ. നിന്നെ നിന്റെ അനിയന്മാരെ ഇനി അടിക്കും ഞാൻ. ഒരുത്തരെ എന്റെ ദേഹത്ത് വിടില്ല. കൂലിത്തല്ലുകാരോ ഇരുട്ടടിക്കാരോ ഉണ്ടേ കൊണ്ടുവാ, നോക്കാം നമുക്ക്. നിന്റെ വായിക്കാത്തുണ്ടോടാ പഴം തള്ളിയിട്ടുണ്ടോ? ഇനി എന്നോട് ബന്ധപ്പെട്ട ആരെങ്കിലും തൊട്ടാ ഈ കൈയുണ്ടല്ലോ അത് ചവിട്ടി ഓടി ചാനും കേൾക്കും. അതടാ ആശാനെ, വണ്ടി പിന്നാലെ വരട്ടെ, നമുക്ക് നടക്കാം. ആ എസ് ഇടിയൻ ജോൺ നമ്മൾ ഇടിച്ചല്ലൂരെന്ന് വിചാരിച്ചിരിക്കുന്നത് കാണട്ടെ അവര്. വണ്ടി നമ്മുടെ ചാരാ ഷാപ്പിന്റെ മുന്നിലേക്ക് കിട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ തടുക്കണം. ഈരിക്കാരന്റെ അപ്പനോ അപ്പനോ അമ്മമ്മേ മക്കളോ പൊടിയോ ആരാണ്? വാടാ. എടി ആ തീ ഒന്ന് മറച്ചു വെക്കടി. നിന്റെ കഴുത്ത് കണ്ടിച്ചാണ്. പണിയെടുത്ത് തിന്നാൻ പാടില്ലല്ലേ? ഞങ്ങളെ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ ഇനി ചെയ്യില്ല. എക്സൈസുകാരെ പോലെ തല്ലേം പിച്ചേം മാന്തോന്നും ചെയ്യില്ല. കൊന്നോളൂ ഞങ്ങള്. എന്നെ മനസ്സിലാടാ. അറിയാം. ഇനി നിങ്ങൾ വാറ്റിന്ന് അറിഞ്ഞാലുണ്ടല്ലോ കഴിഞ്ഞാൻ പറ്റും. ദിവാകരൻ മുതൽ ഷാപ്പ് നടത്തുന്നത് പുണ്യം കിട്ടാനല്ല. മനസ്സിലായടാ? ആ പെണ്ണുങ്ങളെ പിടിച്ചോട്. കുഞ്ഞമ്മേ ഓടിക്കോടി. ആശാനെ, ദോഷം പറയരുതല്ലോ. നമ്മുടെ മുതലാളി ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല അസല് ചാരായം. വിളിച്ചോ. കാണാൻ ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. പെണ്ണോ? ആ വാ, അകത്തേക്ക് വാ. എന്താടി? ഏട്ടനെ കാണാൻ. നീ ഒറ്റയ്ക്കാ വന്ന? എന്താ ഏട്ടാ ഇതൊക്കെ? സാരമില്ല, ചെറിയൊരു മുറിവ്. ഏതായി? നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന? അമ്മ കരച്ചിലോട് കരച്ചില്ല. ഹമീദ് സാർ അച്ഛനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. നാട്ടിൽ എന്തൊക്കെ കഥകൾ ഏട്ടനെ കുറിച്ചെന്നറിയോ? പണ്ട് കീരിക്കാടൻ ജോസിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇപ്പൊ ഏട്ടനെ പറ്റി പറയണത്. അതെ, അതാണ് എനിക്ക് വേണ്ടത്. ഏട്ടൻ എന്ത് വിചാരിച്ചിട്ട് എങ്ങനെയൊക്കെ ആവണത്? ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ചെറുത്ത് നിന്നും പറ്റിയില്ല. പിടിച്ച വഴിക്ക് കിട്ടിയില്ലെങ്കിൽ പോണ വഴിക്ക്. ആർക്കു വേണ്ടിയാണ് ഏട്ടാ ഈ വേഷം? ഞങ്ങൾക്ക് വേണ്ടിയോ അതോ ഏട്ടന് ജീവിക്കാൻ വേണ്ടിയോ? ഏട്ടൻ എങ്ങനെ കഴിഞ്ഞു ഇതിന്? നീ എന്നെ ചോദ്യം ചെയ്യരുത്. നിന്റെ മുമ്പിൽ ഏട്ടൻ
ചെറുതായി പോകും മോളെ. നീ കുടുംബത്തിന് വേണ്ടി വേഷം കെട്ടി ആടുന്നവളാണ്. ഏട്ടനും കെട്ടട്ടെ ഒരു വേഷം. എന്തിനാന്നറിയോ? നീ വേഷം കെട്ടി ആടാണ്ടിരിക്കാൻ. വെച്ച് വിളമ്പാൻ ഒരുപാട് ആളുകളുള്ള ഒരു വീട്ടിലേക്ക് നീ കല്യാണം കഴിച്ചു പോകുന്നത് കാണാൻ കൊതിച്ചവനാണ് ഏട്ടൻ. ഏട്ടാ, പോയതൊന്നും തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റില്ല. പറ്റുമടി, പറ്റും. ഏട്ടൻ തിരിച്ചു പിടിക്കും. അമ്പികേട്ടത്തെ, നീ, രമേശൻ, നിങ്ങളൊക്കെ നന്നായി കാണണം ഏട്ടന്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും. കരയരുത്, നീ സമാധാനമായിട്ടിരിക്കുക. ഇനി എന്റെ മോള് നാടകത്തിന് പോകണ്ട. അമ്മ ഇപ്പൊ വന്ന് കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അമ്മയെ നീ പറഞ്ഞ് സമാധാനിപ്പിക്കണം. അച്ഛൻ ദേഷ്യത്തിലാണല്ലേ? കുടിച്ചു വരുമ്പോ ഓരോന്നൊക്കെ വിളിച്ചു പറയും. അല്ലെങ്കിൽ വെറുതെ ഓരോന്ന് ആലോചിച്ചിരിക്കണ കാണാം. പാവം, ആരായിരുന്നു നമ്മുടെ അച്ഛൻ? അച്ഛൻ കുടിക്കുന്നതുകൊണ്ട് നീ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. ഉള്ളി നീറി എരിയുമ്പോഴാണ് കുടിക്കാൻ തോന്നുക. എന്നാ ഇനി താമസിപ്പിക്കണ്ട. കമ്പനിയുടെ ജീപ്പ് ഉണ്ട്, കൊണ്ടുവിടാം. വേണ്ട ഏട്ടാ, ഞാനൊരു ഓട്ടോ വിളിച്ചു പൊയ്ക്കോളാം. എന്താ പെങ്ങള് വിശേഷിച്ച്? ഒന്നുമില്ല. നാട്ടുകാർ കീരിക്കാടൻ ജോസിന്റെ ചെങ്കോലും കിരീടവും എനിക്ക് തന്നിരിക്കുന്നു. അതിലെന്താ ഇത്ര സംശയം? കീരിക്കാടൻ ജോസിപ്പ് ഒന്നുമല്ല. ആശാന്റെ പേര് കേട്ട ഇപ്പൊ ഞെട്ടും. എന്നെ വീഴ്ത്താൻ ഇനി മറ്റൊരു സേതുമാധവൻ എന്നാണ് വരിക എന്നറിയില്ല. അതിനു മുമ്പ് ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ട്. അതിന് പണം വേണം. ആശാന് പണത്തിനെ പഞ്ഞം. എത്ര പണം വേണം? ഒന്ന് മൂളിയാ മതി. ഒരു ബാറും ഹോട്ടലും നടത്തുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? അതും രാമപുരം പോലുള്ള ഒരു ചെറിയ ടൗണിൽ. സഹകരണം എപ്പോഴും ഉണ്ടാവണം. ഒരു പൈനും കൂടെ പറയട്ടെ? പോയിട്ട് ധൃതയുണ്ട്. ഞങ്ങള് മുതലാളി ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി വന്നതാ. എന്താ കാര്യം? നിസ്സാര കാര്യ. ആശാനൊരു അത്യാവശ്യം. ഇച്ചിരി കാശിന്റെയാ. നമ്മള് വേണ്ടപ്പെട്ടവരോട് ചോദിക്കാൻ പറ്റൂ? എത്ര കാശാ? കുറച്ച് കാശ് മതി. ഒരു 10,000 രൂപ. 10,000 രൂപയൊന്നും തരാൻ എൻ്റെ ഇല്ല. ആശാനെ, ഒരു 5,000 രൂപ മുതലാളി ഇപ്പൊ തരും. ബാക്കി പിന്നെ എപ്പോഴെങ്കിലും, അല്ലേ? ഞാനിപ്പോ എന്താ പറയാ? ഒന്നും പറയണ്ട. ഇപ്പൊ 5,000 രൂപ കൊടുത്താൽ മതി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടവരാ, അറിയാലോ. ഇരിക്കാശാനെ, അപ്പോഴൊക്കെ ദേഷ്യം വന്നു. ആരത്? ഞാനാ. ആരാടി? എന്താ വേണ്ടത് നിങ്ങൾക്ക്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ രാത്രിയിലോ? ക്ഷമിക്കണം. നിങ്ങൾ കുടിച്ചിട്ടുണ്ടല്ലേ? കുറച്ച്. നമ്മളൊക്കെ പിഴച്ചുപോയ ജീവിതങ്ങളാണ്. അറിഞ്ഞുകൊണ്ടാണോ? അല്ല. ഒരു കോവിലകത്ത് ജനിച്ച നിങ്ങൾ ഇങ്ങനെ SI ആകാൻ ട്രെയിനിങ് ഓർഡർ കാത്തിരുന്ന ഞാൻ ഇങ്ങനെ. വിധി നമ്മളെയൊക്കെ ഇങ്ങനെ പന്ത് തട്ടി കളിക്കുകയാണ്. കളിക്കട്ടെ. ജോസിന്റെ കൈ കൊണ്ട് മരിക്കാൻ വന്നതാണ് ഞാൻ. ജോസ് ഒന്ന് ആഞ്ഞടിച്ചാൽ ഞാനില്ല. എന്നിട്ട് ഞാൻ കൊന്നു. എങ്ങനെ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. ഞാൻ കൊന്നു. ഇപ്പൊ ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയണേ? നിങ്ങളെ ഞാൻ അനാഥരാക്കി. രണ്ടു ഭാഗത്തും നഷ്ടം തുല്യം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം, എനിക്ക് എന്റെ ജീവിതം. ഇത് പറയാനാണോ രാത്രി കള്ളും കുടിച്ചു വന്നത്? കുടിച്ചപ്പോ ഇവിടെ വരാനും ഇത്രയും പറയാനും ധൈര്യം ഉണ്ടായി. എന്തത്? കുറച്ച് കാശ. ഇനി ഈ കുട്ടി നക്കാപ്പിച്ച കാശിനാ ജോലിക്ക് പോണ്ട. മേല ഒരുത്തനും നിങ്ങളുടെ നേരെ ഒന്നും മിണ്ടില്ല. ഞാൻ നോക്കിക്കോളാം എല്ലാം. ഓ, രക്ഷകർത്താവുകയാണോ? എന്റെ കടങ്ങള് വീട്ടുകയാണ് ഞാൻ മൂലം നഷ്ടപ്പെട്ട എല്ലാവർക്കും തിരിച്ചു കൊടുക്കണം. നിങ്ങൾ കുറെ പണം തന്നാ ഞങ്ങൾക്ക് എല്ലാം തിരിച്ചു കിട്ടുമെന്നാ കരുതിയേ? ഒന്നും വേണ്ട, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ഞങ്ങളെ ഉപദ്രവിക്കാതിരുന്നാ മതി. അങ്ങനെ പറയരുത്. ഇത് വാങ്ങണം, എന്റെ ഒരു മനസ്സമാധാനത്തിന്. പണം തന്നാ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടും, എനിക്കത് കിട്ടില്ല. ഇനി നിങ്ങൾ ഇവിടെ വരരുത്. പ്രായപൂർത്തിയായൊരു മോളുണ്ട് എനിക്ക്. എന്റെ മോളായി ജനിച്ചു പോയതിന്റെ ചീത്തപ്പേര്
വേണ്ടോളം ഉണ്ട് അവൾക്ക്. അതിന്റെ കൂടെ ഇപ്പോ നിങ്ങളെ പറ്റിയും അവളെ ഒരാണിന്റെ കൂടെ പറഞ്ഞയക്കണവരെ എനിക്ക് മനസ്സമാധാനം ഇല്ല. ഇനി സഹായിച്ച് ഞങ്ങളെ നശിപ്പിക്കരുത്. ഞാൻ ഇവിടെ വിവാഹം കഴിക്കാം. എന്ത് വിവാഹോ? ഓ, അപ്പൊ അതാണ് നിങ്ങളുടെ മനസ്സിലല്ലേ? ഒരിക്കലും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ എനിക്ക് കഴിയുന്നത് ഞാൻ ആലോചിച്ചു പോയതാണ്. നല്ല ആലോചന. ചട്ടമ്പിയായിട്ട് നടക്കണം നിങ്ങൾക്ക് എന്റെ മോളെ കല്യാണം കഴിച്ചു തരാനോ? ഒരു കൂലി വേലക്കാരനെ ഞാൻ സമ്മതിക്കും. ആയുസിന് പോലും ഉറപ്പില്ലാത്ത ഒരു ചട്ടമ്പിക്ക് ഞാൻ അവളെ കൊടുക്കില്ല. ഞാൻ അനുഭവിച്ചതാണ്. എന്റെ മോക്ക് ആ ജീവിതം വേണ്ട. കടന്നു പോണം. ഇനി പഠിക്കാത്ത കയറരുത് നിങ്ങള്. കേട്ടോടി, ഓരോരുത്തരുടെ മനസ്സിലിരിക്കുന്നത് കേട്ടോ. അകത്ത് പോടി.